അയാൾ നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു പിള്ളേരുടെ സ്വഭാവമാണെന്ന് വെച്ചാൽ അയാൾ ഒന്നും ഉദ്ദേശമല്ല പുള്ളി ചെയ്യുന്നത്. എത്ര നാളായിട്ട് ഇപ്പം ചെയ്യുന്നതല്ലല്ലോ. ഇപ്പം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ചെയ്യാമെന്നാൽ ഇപ്പം ചെയ്യുന്നതാണ്. അതിന് മുമ്പൊക്കെ ചെയ്തതോ അല്ല. പണ്ട് പുള്ളി പറയും ഇത് ഇവനൊക്കെ ശരിയല്ല, ഇതൊന്നും അങ്ങനെയല്ല ചെയ്യേണ്ടത് കുട്ടാ, ഞാനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചുമ്മാ. അത് പുള്ളിക്ക് ഒരു രാഷ്ട്രീയം ഇല്ലാത്തപ്പോഴും പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യണം. പുള്ളി രാഷ്ട്രീയത്തിലേക്ക് പോയത് സിനിമയിൽ പുള്ളിക്ക് ഒരു നഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ സുരേഷ്, പിന്നെ ആ മകള് മരിച്ച പുള്ളി ഭയങ്കര ഒരു വല്ലാതെ ഷോക്കായിരുന്നു സുരേഷ്. പുള്ളിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പോ യോജിപ്പോലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയത്തോട് പൊതുവെ എനിക്ക് ഇന്നസെന്റിനൊക്കെ ഉണ്ടായതുപോലെ ഒരു എം പിയും എം എൽ എ കാണുന്ന ഒരിക്കലും ഇല്ല. എം പി എം എൽ എ പോലും ചെയർമാൻ പോലും ആകാൻ താല്പര്യമില്ല. രാഷ്ട്രീയം എനിക്ക് ഉണ്ടായത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന SFI ഒക്കെ ആയിരുന്നു. അന്ന് നമ്മുടെ ആ ബോധത്തിൽ വിളിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം സിനിമയിൽ ഈ ഒരു ചവിട്ടൊന്നും കിട്ടിയിട്ടില്ല. ചവിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് ചവിട്ടിയിട്ടില്ല. ഒന്നാമത് എന്നോട് എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. അത് അങ്ങയുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും. അല്ല, എനിക്കങ്ങനെ ശത്രുക്കളൊന്നും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കാൻ തീരുമാനം ഞങ്ങൾ വിളിക്കുമ്പോഴേ എന്നോട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ അതൊരു പുതിയ അനുഭവമാണ്. സാധാരണ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അല്ല, അപ്പൊ തന്നെ ഒരു അടുപ്പമായി. കാരണം അതല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എന്താണ് നിങ്ങൾ കഴിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞതെന്നറിയാം, എന്നോട് വളരെ അടുത്ത ജോഷി, രഞ്ജി, ഷാജി കൈലാസ്, അങ്ങനെ ജോണി ആൻ്റണി, ഷാഫി, ഇവർ ഒരുപാട് പേര് നല്ല സുഹൃത്തുക്കളാണ്. എന്ന് വെച്ചാൽ എന്നും വിളിക്കുകയോ അങ്ങനെ ചെയ്യുന്ന സുഹൃത്തുക്കളല്ല. പക്ഷെ എനിക്കൊരപ്പം മമ്മൂട്ടി എൻ്റെ നല്ല സുഹൃത്താണ്. നല്ല ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ അവരോട് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വേണം അങ്ങനെയല്ലല്ലോ. സിനിമയിലെ സൗഹൃദം എങ്ങനെയാ? ഇവരെല്ലാം സുഹൃത്തുക്കളാണ്. അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആരാ ഉള്ളത്? എന്നെ ജോണി ആൻ്റണിയൊക്കെ മിക്കവാറും വിളിക്കും. നമ്മുടെ ഡയറക്ടർ ജോണി ആൻ്റണി വിളിക്കും, ജോഷി വിളിക്കാറുണ്ട്. ജോഷിയായിട്ട് സഹപാഠികളായ എൻ്റെ അതും ഉണ്ടാവും ആയിരിക്കും. ഒന്നും അത്ര വലിയ വർത്തമാനമൊന്നുമില്ല. ഇടയ്ക്ക് അടുത്ത സുഹൃത്തുക്കളായിരുന്നു നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ. എനിക്ക് ജോണി ആൻ്റണി ആയിരിക്കും. പിന്നെ ബൈജു ഇടയ്ക്ക് വിളിക്കും, തിരുവനന്തപുരം വിളിക്കും, എന്നെ വിളിക്കും. അവന് വലിയ കാര്യമില്ല. സുരേഷ് ഇഷ്ടമാണ്. സുരേഷ് നാളെ ഇന്റർവ്യൂ പറഞ്ഞു, സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാനാണ്. അപ്പം പറഞ്ഞ അല്ല, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വിജയരാഘവനാണ് എൻ്റെ, എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒന്നും വിളിക്കുകയോ ഒന്നുമില്ല. പക്ഷെ സുരേഷ് എൻ്റെ നല്ല സുഹൃത്താണ് പണ്ട് മുതൽ. അയാൾ നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു പിള്ളേരുടെ സ്വഭാവമാണെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുടെ സ്വഭാവമില്ല. ഇതൊക്കെ ഒറിജിനലാണ്, സംശയമില്ല. പാവം എന്തൊക്കെയാ ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഇത് കാണിക്കുന്നത് മറ്റതിന് വേണ്ടി കാണിക്കുക എന്ന് പറയുന്ന ആൾക്കാരല്ലേ. അയാൾ ഒന്നും ഉദ്ദേശമല്ല പുള്ളി ചെയ്യുന്നത്. എത്ര നാളായിട്ട് ഇപ്പം ചെയ്യുന്നതല്ലല്ലോ. ഇപ്പം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ചെയ്യാമെന്നാൽ ഇപ്പം ചെയ്യുന്നതാണ്. അതിന് മുമ്പൊക്കെ ചെയ്തതോ എത്രയോ പേർക്ക് എന്തൊക്കെ ചെയ്തിരിക്കുന്നു. പിന്നെ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ. പുള്ളിയുടെ പ്രതിഫലം പുള്ളി മറ്റുള്ളവർക്കും കൊടുക്കുന്നുള്ളൂ. പിന്നെ ആ മകള് മരിച്ച പുള്ളി ഭയങ്കര ഒരു വല്ലാതെ ഷോക്കായിരുന്നു സുരേഷിന്. പിന്നെ ഈ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യണം, അതിനുവേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനത്തെ ചില വാശികളൊക്കെ അല്ലേ, ഈ മുറിവാശി എന്നൊക്കെ പറയല്ലേ, ആ വാശിയിൽ നിന്നാണ് തോന്നുന്നു എനിക്കൊന്നും പുള്ളി രാഷ്ട്രീയത്തിൽ വന്നത്. പുള്ളി യാദൃച്ഛമായിട്ട് എത്തപ്പെട്ടാന്നല്ലേ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ? അല്ല, പണ്ട് പുള്ളി പറയും ഇവനൊക്കെ ശരിയല്ല, ഇതൊന്നും അങ്ങനെയല്ല ചെയ്യേണ്ടത് കുട്ടാ, ഞാനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചുമ്മാ. അത് പുള്ളിക്ക് ഒരു രാഷ്ട്രീയം ഇല്ലാത്തപ്പോഴും പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ളതാണ്. അത് നമ്മൾക്ക് പുള്ളിയുടെ മനസ്സിൽ പോലും ചിന്തിച്ചാണല്ലോ കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ചുമ്മാ എൻ്റെ വർത്തമാനം പറഞ്ഞ എനിക്ക് വഴി അങ്ങനെ പറയുമായിരുന്നു. അതൊരു അല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കിടപ്പുണ്ട്. പുള്ളി രാഷ്ട്രീയത്തിലേക്ക് പോയത് സിനിമയിൽ പുള്ളിക്ക് ഒരു നഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ സുരേഷിന് എത്ര സിനിമയിൽ അഭിനയിക്കാം. ഇപ്പം ഞാൻ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരേഷിന് ഒരു ഗണത്തിൽപ്പെടുന്ന ആളല്ലേ. ഇപ്പം എത്ര പുതിയ ആൾക്കാർ വന്നാലും ശരി സുരേഷിന് സ്പേസ് ഇല്ല. അതെ, ഉണ്ട്. ഇപ്പോഴും സുരേഷ് ഇടയ്ക്ക് വന്ന് അഭിനയിക്കുമ്പം ഭയങ്കര എന്താ ഗരുഡൻ അല്ലേ, ഗരുഡ അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അതിന് മുമ്പ് ഒരു പടം ചെയ്തല്ലോ, സത്യനന്ദിക്കാരൻ്റെ മകൻ ചെയ്ത് ഭരണി ആവശ്യമുണ്ട്. ആ പടം ഹിറ്റായില്ലേ. നല്ലൊരു ആക്ടറാണ്. അല്ല, ഞാൻ പറയും സുരേഷ് എത്രയോ പടങ്ങളാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ രാഷ്ട്രീയത്തോട് യോജിപ്പോലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയത്തോട് പൊതുവെ എനിക്ക് പത്രമല്ല,
ഒരു രാഷ്ട്രീയത്തോടും ഞാൻ അങ്ങനല്ല. ഞാൻ ഈ രാഷ്ട്രീയത്തെ പറ്റി കണക്ക് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേതാവ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കഥകൾ വായിക്കുകയും സത്യസന്ധമായിട്ട് ഇപ്പം എൻ്റെ അച്ഛൻ്റെ അനുഭവം തന്നെ പറയുക. അന്നത്തെ കാലത്ത് തെണ്ടിത്തിരിഞ്ഞ 19ാമത്തെ വയസ്സിൽ നാട് വിട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ആ കണ്ണ് കാണാൻ മേലാത്ത അമ്മയും അച്ഛനും ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന 10, 600, 700 വെള്ളി അന്നത്തെ കാലത്ത് വലിയ ശമ്പളമാണ്. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എത്തിയത്. അന്നേരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വെച്ചിട്ട് എന്നാൽ ഇന്ത്യ സ്വതന്ത്രമാക്കാമെന്ന് ചാടി പുറപ്പെട്ട ഒരാളാണ്. ഈ പറഞ്ഞ ഒരു മണ്ടനാണ്. അതാണ് ശരിക്കും രാഷ്ട്രബോധം, രാഷ്ട്രീയ ബോധം എന്നൊക്കെ പറയുന്നത്. എല്ലാത്തിനെയും കളഞ്ഞിട്ടാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനാകില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുകയാണല്ലോ, ഞാൻ സർവ്വസംഘ പരിത്യാഗി എന്ന് പറയില്ല. എന്ന് വെച്ചാൽ എല്ലാ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എനിക്ക്. അതുകൊണ്ട് രാഷ്ട്രീയമില്ല, അതുകൊണ്ട് രാഷ്ട്രീയമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പലതും രാഷ്ട്രീയക്കാരൻ അങ്ങനെ ആയിരിക്കണമെന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഞാൻ കണ്ട കാര്യം സത്യമാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തൊരാളാണ്. അന്നാലോചിച്ച് ഞാൻ സ്വന്തം ഭാര്യയല്ല കാമുകി, അങ്ങനെയുള്ള കാമുകിയും അമ്മയും അച്ഛനെയും ഒക്കെ വിട്ടിട്ട് മറന്നു പോയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് സൂയിസൈഡ് സ്ക്വാഡിൽ ചേർന്ന അച്ഛൻ. അതിനകത്ത് 10 or 60 പേരുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു ഇതുണ്ട്, ഒരുപാട് ഇതുണ്ട് പരാക്രമണങ്ങൾ കാണിക്കണം. അങ്ങനെ കടലിൽ കൊണ്ടിടും രാത്രിയാകുമ്പോൾ. കൊണ്ട് മറ്റേ കോർക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാലിലും കയ്യിലും ഒക്കെ ടാറൊക്കെ തേച്ച് ഈ മറ്റേ മീൻ ചെയ്യാതെ അങ്ങനെ കടലിൽ കൊണ്ടിടും. തീരെ മേലാന്നാകും. എന്നിട്ട് ബോട്ടങ്ങ് വിട്ടുപോയേക്കാം. പിന്നെ ലൈറ്റേ ഇല്ല. ഈ അച്ഛൻ മഷി പോലത്തെ കറുപ്പാണ്. എന്താ അതിൻ്റെ ലക്ഷ്യം? അതിനകത്ത് ഒരുപാട് തയ്യാറെടുപ്പുണ്ട്. ഈ സൂയിസൈഡ് സ്ക്വാഡിൽ ചേരുമ്പം ഒരുപാട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു ലാസ്റ്റ് പരിപാടി ചെയ്തത്. ഇട്ടിട്ട് ലൈറ്റ് ഓഫ് ഇട്ട് ഇതങ്ങ് പോവുക. തീരെ മേലാന്ന് തോന്നിയാൽ ഇത് വലിക്കണം. എന്തൊരു ചരടുണ്ട്, അത് വെച്ചാൽ ബീപ്പ് ശബ്ദം കേൾക്കും, വന്ന് രക്ഷിക്കും. അങ്ങനെ പലരെയും പല സ്ഥലത്ത് അതൊന്നും അറിയാൻ പറ്റില്ല. ബോട്ടക്കാരൻ പറയുന്നു, ഡ്രസ്സ് ചെയ്യാൻ പറയുന്നു, ചാട്, ഇത്രേ ഉള്ളൂ. അത് എന്ത് പറഞ്ഞാലും ചെയ്യണം. ആ സന്നദ്ധത ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ മേലാതായി, വലിച്ചു. ഉപ്പുവെള്ളമല്ലേ, ഉപ്പുവെള്ളവും ഒരു കടലും അല്ലേ, അങ്ങനെ വലിച്ചു. ബോധം പോകുന്നതിന് മുമ്പ് കൊണ്ടുപോയി. അതുകൊണ്ടാണ് അച്ഛൻ ജീവിച്ചത്. അന്ന് സൂയിസൈഡ് സ്ക്വാഡിൽ തിരഞ്ഞെടുത്ത 30 പേരുണ്ടായിരുന്നു, എല്ലാം മരിച്ചുപോയി. പിന്നെ ഇവിടെ കൊണ്ട് കട്ടയെ കൊണ്ട് ഇറക്കി വിട്ടില്ലേ, എല്ലാത്തിനും വെടിവെച്ച് പോകുന്നില്ലേ, എല്ലാം ഒരാളില്ലാതെ മരിച്ചുപോയി. അപ്പം അതൊക്കെ ചെയ്യാൻ ഒരാള് സന്നദ്ധനാകും. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാൻ, ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് തെണ്ടിത്തിരിഞ്ഞ് മലേഷ്യയിൽ പോയിട്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാമുകിയെയും അച്ഛനെ അമ്മയും മറന്നിട്ട് പോയ ഒരാളാണ്. അച്ഛനമ്മയ്ക്ക് ഒരു മകനേ ഉള്ളൂ, മറ്റു 2 മക്കളും ഒന്നുമില്ല, മറ്റൊരാൾ നോക്കുമൊന്നുമില്ല. അപ്പം അങ്ങനെ അതാണ് രാഷ്ട്രബോധം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതാണെങ്കിലും നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പം സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമുണ്ട്, മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പം അങ്ങേക്ക് അവരോടൊക്കെ വിയോജിപ്പോലുണ്ടോ? ഞാൻ അവരെ വിയോജിക്കേണ്ട കാര്യമില്ല. അവരുടെ ഇഷ്ടങ്ങളല്ലേ അത്. സുരേഷിൻ്റെ ഇഷ്ടമാണ്. സുരേഷ് അതിന് വേണ്ടിയിട്ട് മമ്മൂട്ടി അതുപോലെ ചെയ്യുന്നുണ്ടോ? മമ്മൂട്ടിയുടെ മനസ്സിലുള്ള രാഷ്ട്രീയം മമ്മൂട്ടി വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതല്ല, അതൊരു പൊസിഷൻ അല്ല. ഇപ്പം സുരേഷ് അതല്ലല്ലോ. സുരേഷ് അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ് എന്ന് പറഞ്ഞ് ചെയ്യല്ലേ. പിന്നെ ഇപ്പം ഈ രാഷ്ട്രീയമല്ലല്ലോ ഉള്ളത്, മതമല്ലേ. എല്ലാം രാഷ്ട്രീയത്തിനും വന്നെത്തുന്ന അവസാനം എവിടെ വന്നെത്തുന്നത്? രാഷ്ട്രീയമേതാ മതം തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥ എനിക്കറിയില്ല. ഇപ്പം ജനസേവനമാണെങ്കിൽ 2 പാർട്ടി പോരെ, ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും, അല്ലെങ്കിൽ എ പാർട്ടിയും ബി പാർട്ടിയും പോരെ. ഇതിനായി 100,000 പാർട്ടികൾ. എൻ്റെ രാഷ്ട്രീയം എന്താ? നിങ്ങൾ പറഞ്ഞ 10-40 വർഷം അല്ല 50 വർഷം നടനാണ്, 53 വർഷമായിട്ട് പ്രൊഫഷനാണ്. എന്നെ കണ്ട ആൾക്കാർ സന്തോഷിക്കുന്നു, എന്നെ കണ്ട് ചിരിക്കുന്നു, സങ്കടപ്പെടുന്നു. എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഞാൻ അവരെ ഇല്ലല്ല, ഞാൻ അതിൻ്റെ ഭാഗമല്ല, എനിക്കിത് ഇന്നമാതിരി സംഭവമുണ്ട്. ആ സംഭവം കാര്യം എന്താ? പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഈ നാട് നന്നാവുന്നുണ്ട്. അതേ കേട്ടെ, കൃഷ്ണനും ബുദ്ധനും മഹാത്മാഗാന്ധിയൊക്കെ ജനിച്ച നാടായത്. അവരെല്ലാം ശ്രമിച്ചതാ. മറ്റേ മഹാത്മാഗാന്ധി 3 ഗുണ്ട കയറി പുള്ളി പോയി. എന്തിന് അലച്ചി? ഞാനൊരു കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, നാടകത്തിനെ പറ്റി അഭിനയത്തിനെ പറ്റി പറഞ്ഞാൽ ഇത് കേൾക്കുന്ന അനുവാചകൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞ മതി മനസ്സിലാകും.
ബോധ്യപ്പെടുകയോ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാനിതിന് പറയുന്നത് നന്നാകുകയില്ല എന്ന് തോന്നുന്ന അവസ്ഥയില്ലേ ഇപ്പോൾ. അത് ഞാനെന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞാൽ എന്തൊക്കെ പ്രയോജനം വേണം? ആർക്കെങ്കിലും പ്രയോജനം വേണം. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ ഭാഗമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാവേണ്ടതില്ലേ? രാഷ്ട്രീയത്തിന്റെ ഭാഗമാവേണ്ടതില്ല. കാര്യം വെച്ചാൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഭിനയമാണ്. അതായത് ഞാൻ അഭിനയിക്കുന്നു, ഞാൻ എത്രയോ പേരെ സന്തോഷിപ്പിക്കുന്ന അറിയോ. ഇത്രയും രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ അത്ര സന്തോഷം ഉണ്ടാകുകയില്ല. എന്തുമാത്രം ആൾക്കാർ വളരെ ഇപ്പം വൈകുന്നേരം സിനിമ ഉണ്ട്. എന്നെ ഇപ്പം ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എത്ര പേരാണ് എൻ്റെ സിനിമ കാണുന്നത്, അല്ല എൻ്റെ ക്ലിപ്പിങ്ങുകൾ കാണുന്നത്. അയാൾ കൊള്ളാം. അവിടെ കയറിക്കൊണ്ട് ഞാൻ ഒന്നില്ല എങ്കിലോ ചിന്താവോ അല്ലെങ്കിൽ എന്നാ, അതുകൊണ്ട് ഗുണം എന്താ? എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഞാനങ്ങനെ ചെയ്യും. അതേസമയത്ത് ഞാൻ ചെയ്യാം. എങ്ങനെ? ഞാനിത് ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങണം. അതിനുവേണ്ടി മാത്രം ചെയ്യണം. അതിനകത്ത് ഞാൻ പണമോ ഇപ്പം നമ്മുടെ ഇവിടെ പലരോടും ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു? LIC ഏജൻസിയൊക്കെ ഉണ്ട്, പിന്നെ ചിലപ്പോൾ രാഷ്ട്രീയമുണ്ട്. ഏതാ മറ്റേത് ഇങ്ങനെ അങ്ങനെ രാഷ്ട്രീയം ജോലിയാണ് അവിടെ. പുറം രാജ്യം ഒരു ലോകത്തൊരു രാജ്യത്തും ഞാനൊരു രാജ്യത്തും കേട്ടിട്ടില്ല കേട്ടോ. ഒരിടത്തും ആരും രാഷ്ട്രീയം ജോലിയായിട്ട് കൊണ്ടുനടക്കും. എല്ലാവർക്കും എന്തെങ്കിലും ജോലിയുണ്ട്. പിന്നെ ജീവിക്കാൻ ജോലി ഉണ്ടായിട്ട് ഇതും സേവനമാണ്, സമൂഹത്തെ സേവിക്കാനുള്ള. പിന്നെ ഞാൻ ചെയ്യുന്ന സേവനം ആസ് എൻ ആർട്ടിസ്റ്റ് അവനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇന്നസെന്റിനൊക്കെ ഉണ്ടായതുപോലെ ഒരു MP MLA കാണുന്ന ഒരിക്കലുമില്ല. MP MLA പോയിട്ട് ചെയർമാൻ പോലും ആകാൻ താല്പര്യമില്ല. ഇപ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും ചെയർമാനോ മറ്റേ കോർപ്പറേഷന്റെ ചെയർമാൻ, അക്കാഡമി ഒക്കെ ആവാണ്. അയ്യോ, ഒന്നാമത്തെ കാര്യം അവിടെ ഒന്നും ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതേ പറഞ്ഞ നമ്മുടെ കാര്യത്തിന് ഏറ്റാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റണം. അവിടെ മറ്റു പലർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടി വരും, അല്ല മറ്റു പലരെ അനുസരിക്കേണ്ടി വരും. ഏത് പാർട്ടിയാണോ നോമിനേറ്റ് ചെയ്ത് അവരെ അനുസരിക്കും, ആരാണെങ്കിലും. അതാണല്ലോ. അപ്പൊ എല്ലാ പാർട്ടികളോടും അകലമാണ്. അല്ല, ഞാൻ വോട്ട് ചെയ്യും. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഞാൻ വോട്ട് ചെയ്യും. ആരാ നമ്മളവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അയാളെ ഞാൻ സെലക്ട് ചെയ്യും. രാഷ്ട്രീയം നോക്കിയല്ല, വ്യക്തി നോക്കിയ. രാഷ്ട്രീയം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന SFI ഒക്കെ ആയിരുന്നു. അന്ന് നമ്മുടെ ആ ബോധത്തിൽ വിളിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ട്. അല്ലെ, നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ SFI ആയിരുന്നിരിക്കണം. ഞാൻ SFI ആയിരുന്നു, പിന്നീടാണ് അത്. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഇത് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യം അഭിനയിക്കുന്ന നാടകം ഗറില്ല, ഞാൻ പറഞ്ഞില്ലേ. P. ഗോവിന്ദപിള്ളയാണ് അച്ഛൻ ആ പുസ്തകം കൊടുക്കുന്നത്. കാട്ടുകടലിൽ നിന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് അച്ഛൻ നാടകമാക്കിയപ്പോൾ അതൊരു അതായത് ഒരു ആലുവ സെമിനാരിയില്ലേ, മംഗലപ്പുഴ സെമിനാരി അച്ചമ്പട്ടത്തിൽ പഠിക്കുന്ന ഒരു പയ്യനും ഇപ്പുറത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാകുന്നു. അതാണ് എൻ്റെ അത് പറയുന്നതിനകത്തുള്ള കഥയാണ്. അതിൽ ഇവള് ഗർഭിണിയാവുന്നു. പക്ഷേ ഇതറിയാതെ ഈ അച്ഛൻ പട്ടം കിട്ടിയിട്ടില്ല. അച്ഛൻ പട്ടം കിട്ടിയത് പോയി. ഇവളെ ഒരു വീട്ടിൽ അറിയാതെ ഇവളെ വിവാഹം ആലോചിക്കുന്നത് ഒരു അഡ്വക്കേറ്റ്. ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇവള് പറയുന്നത് ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ പറയും എന്താണക്കാടില്ലേ, അയാൾ കുഴപ്പമില്ല, നീ ആരാണ് എൻ്റെ ഉത്തരവാദി എന്ന് പറ. അത് ഞാൻ പറയില്ല. അങ്ങനെ ഇവർ ഡിവോഴ്സാകും. പിന്നെ ഈ നാടകം തുടങ്ങുന്ന സമയത്ത് ഈ വക്കീൽ എന്ന് പറഞ്ഞാൽ ജഡ്ജിയാവും. അതാണ് നാടകത്തിൻ്റെ തുടക്കത്തിൽ ഈ മകൻ അതാണ് ഞാൻ അഭിനയിച്ച ക്യാരക്ടർ. 20 വയസ്സുള്ള ബാബു എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ അക്കാമ്മ എന്ന് പറയുന്ന അവരുടെ മകനാണ് ഞാൻ. പക്ഷേ ഇവനെ നാടകം തുടങ്ങുമ്പോൾ സംഭവിച്ചാൽ ഈ ഒരു അച്ഛനാണ് ഇവനെ പഠിപ്പിക്കുന്നത്. അത് അച്ഛൻ അറിഞ്ഞു ഇവർ തന്നെ കണ്ടപ്പോൾ മകനാണ്. അച്ഛൻ എന്ത് ചെയ്തു, രഹസ്യമായിട്ട് ഇവനെ കൊണ്ടു. അച്ഛന് ഭയങ്കര സ്നേഹം ഇവനോട്. ഇവനെ പഠിപ്പിച്ചു, പള്ളിയിൽ തന്നെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചു. എല്ലാവരെക്കാളും വ്യത്യസ്തമായിട്ട് ഇവനോട് സ്നേഹവും. അങ്ങനെ ഇവനെ ക്രിസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. ഇവനും ഭയങ്കര ആകർഷണമായി ഈ ക്രിസ്ത്യാനിറ്റിയിൽ. ക്രിസ്തുവാണ് ഏറ്റവും വലിയ വിപ്ലവകാരി. പരീക്ഷന്മാരെ മറ്റേ ചാട്ടവാറ കൊണ്ട് അടിച്ചു, അതൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ. അങ്ങനെ ഇവന് വലിയ വിപ്ലവകാരിയാണ് ക്രിസ്തു എന്നുള്ള ബോധത്തിലാണ് ഇവൻ ക്രിസ്തുവിനെ കാണുന്നത്. ആ കാലത്ത് ഇവിടുത്തെ നക്സലൈറ്റ് പ്രസ്ഥാനം വന്ന ആ സമയമാണല്ലോ. അപ്പോൾ ഇവൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ ആകർഷണനാകുന്നു. അങ്ങനെ ഇവനെ പോലീസ് തപ്പുന്നു. അവിടുന്ന് ഈ സമയത്ത് ഇവനറിയണം ഈ അച്ഛൻ എൻ്റെ അച്ഛനാണെന്ന് അറിയുക. അവനറിയാം. അതോടുകൂടി ഇവൻ്റെ ഇത് പോലും ഇവൻ കായലിൽ ചാടി മരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം 10-25 വർഷത്തിന് ശേഷം അതെൻ്റെ അച്ഛനാണ് അഭിനയിച്ചത്. ഇയാളൊരു വലിയ വിപ്ലവകാരിയായിട്ട്, അതായത് ഈ നക്സലൈറ്റ് പ്രസ്ഥാനം ചാരു മജൂംദാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളായിട്ട് വരിക.
അപ്പോൾ ഇവിടെ തന്നെ അയാൾ വരികയാണ്. അപ്പോൾ അയാളുടെ രൂപമൊക്കെ മാറി, ഒരു കാലൊടിഞ്ഞിട്ട് ഒരു കണ്ണ് തകർന്നിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. രഹസ്യമായിട്ട് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ അടുക്ക വന്നിട്ട് ഈ അക്കാമ്മയുടെ വീട്ടിൽ വരും. ഇയാൾക്കറിയാം അമ്മയാണെന്നറിയാം, പക്ഷേ അമ്മയ്ക്കറിയില്ല. ഈ പള്ളിയിലച്ഛൻ ബിഷപ്പായി ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞൊരു പ്രത്യേക ഒരു ഒരു ഇവരോട് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കും, ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി. അത് ക്രിസ്മസിൻ്റെ അന്ന് പടക്കം പൊട്ടുന്ന കൂടെ നമ്മൾ ഇവിടെ പിടിക്കാം. പക്ഷേ ആ വെടിവെപ്പിൽ ആരും അറിയില്ല, പടക്കങ്ങളുടെ കൂടെ നമ്മുടെ വെടിയുടെ കൂടെ ആരും അറിയില്ല, അങ്ങനെ നമുക്ക് ഇവിടെ പിടിക്കണം എന്നൊക്കെ അതാണ് പ്ലാൻ. പക്ഷേ ഇയാൾ ഒരു ഗ്രോട്ടോയിൽ ചാടിക്കയറും പോലീസ് വരുമ്പോൾ. അവിടെ ചെല്ലുമ്പോൾ ഈ പോലീസിൽ നിൽക്കുന്ന ഇൻ ബിറ്റ്വീൻ ഈ അച്ഛനെ കാണും. തോക്കെടുക്കുമ്പോൾ സ്വന്തം അച്ഛനാണ്. ഇയാളെ ഒരു നിമിഷം അറച്ചു പോകും. പക്ഷേ പോലീസ് അയാളെ പിടിക്കും. ഇവിടെ ചെല്ലും, ഇയാളെ സെൻട്രൽ ജയിലടച്ച് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ ചെല്ലുന്നതാണ് ലാസ്റ്റ് സീൻ. അപ്പോൾ ഇയാൾ എന്നെ ഈ കുപ്പായ ഉരുട്ട് എൻ്റെ അച്ഛനാണ് സമ്മതിക്കാവോ ചോദിച്ചു. അതാണ് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നാടകത്തിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറഞ്ഞ ഡയലോഗ് അതിനകത്തുള്ളത്, ഇപ്പം ഞാൻ രക്ഷിക്കും. എങ്ങനെ? കോടതി സമ്മതിക്കുമോ അച്ഛനാണെന്ന്? ഇല്ല. അപ്പോൾ പറയും അച്ഛൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ മകനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, നിങ്ങൾ ജാമ്യം ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞ് വരുമ്പം പറയും അത് നീ കോടതി തെളിയിക്കണം എന്ന് പറയും. അത് നീ ഇതൊക്കെ ഉപേക്ഷിക്കണം. അപ്പോൾ പറയും ഇങ്ങനെ എൻ്റെ അമ്മയെ 5-8 അക്രമികൾ ചേർന്ന് പട്ടാപ്പകൽ നടു റോട്ടിലിരുന്ന് ബലാത്സംഗം ചെയ്യുന്നതാണ്, ഞാൻ എന്ത് വേണം? ആമയെന്ന് വിളിക്കണോ, ആഞ്ഞ് കുത്തണോ? പക്ഷേ നീ അത് കോടതി തെളിയിക്കണം. അത് ശരി, ഞാൻ കോടതി പോയി തെളിയിക്കണം. എൻ്റെ അമ്മ പ്രാണവേദനയിൽ കിടന്ന് ഞെരിവിരി കൊള്ളുമ്പോൾ ഞാൻ സാക്ഷികളെ അന്വേഷിച്ച് പോകണം. തീർന്നില്ല. അവസാനം കോടതിയുടെ ചോദ്യമുണ്ട്, മാംസത്തിലേക്ക് എത്ര സെൻറ്റിമീറ്റർ കടന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ സമയത്ത് മുഴക്കോലും കൂടെ കൊണ്ടു നടക്കണം അല്ലേ? ഇതാണ് ആ ഡയലോഗ്. അങ്ങനെ ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞു അന്നൊക്കെ ആ ഡയലോഗ് ഭയങ്കര വികാരപരമായി ഞെട്ടിത്തെറിച്ചിരിക്കും. പക്ഷെ അത് അച്ഛൻ പറയുന്ന രീതിയും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ശരിയല്ല, ഇയാൾ പറയുന്നതെന്ന് തോന്നിപ്പോവും. അങ്ങനെ അപ്പം ആ നാടകം ഒരു വലിയ സാമൂഹ്യ ബോധമായിരുന്നു ഇത്തരം സൃഷ്ടികളുടെ. ആ നാടകം കളിച്ചതോടുകൂടി പാല, ഇരിങ്ങാലക്കുട, കൊല്ലം ഇവിടെ ഒന്നും ഞങ്ങളെ കയറ്റാതെ ഓഡിറ്റോറിയങ്ങൾ കൊടുക്കല. ക്രിസ്ത്യൻ വിഭാഗം അങ്ങനെ എന്നുള്ള ഈ ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് തോന്നുന്നു. അച്ഛൻ പറയുന്ന കഥ വേറൊന്നാണ്, ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. മനസ്സിലായി. മാത്രമല്ല ആ സമയത്ത് ഈ പുൽപ്പള്ളി മറ്റേ ഇതുണ്ടായിരുന്നു, നക്സലൈറ്റ് സംഭവം ഉണ്ടായല്ലോ, അജിത കുന്നിക്ക. ഈ കുന്നിക്ക നാരായണൻ കൂടാതെ വേറൊരു നാരായണനുണ്ടായിരുന്നു. നാരായണൻ ഒരു മാഷുണ്ടായിരുന്നു, ഒരു പാരൽ കോളേജ് നടത്തിയ മാഷ്. ആ മാഷും അദ്ദേഹത്തിന് കൂടെ 5-6 പേരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുന്നിക്ക നാരായണൻ, അജിത അവർ ആ ഗ്രൂപ്പൊക്കെ എങ്ങനെയൊക്കെയോ കേസുമൊക്കെ നടത്തി അവരവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവരെ നോക്കാൻ ആളില്ല. മാഷയുടെ കോളേജും പോയി, മാഷയുടെ ജീവിതവും പോയി. ഇപ്പം മാഷയുടെ കൂടെയുള്ള ബീഡി തെറുപ്പുകാർ, അങ്ങനത്തെ കുറേ ആൾക്കാർ. പക്ഷെ അവരൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിരുന്നു. പക്ഷേ ഇതിൽ ആകൃഷ്ടരായി പോയി. പക്ഷേ ജയിലിൽ നിന്ന് വന്നപ്പം ഇവരെ ആകെ പോയി ജയിലിൽ പോയി കണ്ടത് മറ്റേ എന്നീ ബൽറാം സാറാണ്. എന്നീ ബൽറാം മാത്രമാണ് ഇവരെ ജയിൽ സന്ദർശിച്ചത്. അപ്പം ഞങ്ങൾ നാടകം കളിക്കാൻ പോയപ്പോൾ ഇവർ വന്ന് അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ മാസ്റ്റർ വർത്താനം പറഞ്ഞ് ഇങ്ങനെ കേസ് നടത്തുന്ന നിവൃത്തിയില്ല എന്നൊക്കെയാണ്. ഈ നാടകം കണ്ട് ഭയങ്കരമായിട്ട് അച്ഛൻ അല്ല അത് കുറച്ച് ഫണ്ട് ഞങ്ങൾക്കാണ്, ഇപ്പം നമുക്ക് ആരോടത്ത് ഇതിന് പിരിവെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് അച്ഛൻ ഒരു കാര്യം ചെയ്യും, എൻ്റെ നാടകം ഒരു 5-6 നാടകം നിങ്ങൾ നടത്തും. അത് തലശ്ശേരി, വടകര, കണ്ണൂർ, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അതിന് ലാഭം എടുത്തു. അപ്പം എനിക്ക് പൈസ തരണ്ട, അച്ഛന് പൈസ തരണ്ട. നമ്മൾ നാടക ട്രൂപ്പിൽ അഭിനയിക്കുന്നവർക്ക് അവരുടെ മാത്രം, അത് അവരോടും പറഞ്ഞു, ചിലരൊന്നും പൈസ വാങ്ങിയാല. അങ്ങനെ നാടകം കളിച്ചു കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അയ്യോ എന്നെ നക്സലൈറ്റായി. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പെട്ടെന്ന് മുദ്ര കുത്തപ്പെടുന്ന. അത് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഇപ്പോഴും നമുക്ക് പട്ടം കിട്ടുന്നതും അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയമില്ല ഇവിടെ. ഇപ്പം വന്നിരിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ മേലാത്തൊരു മതവും രാഷ്ട്രീയ ബ്ലണ്ടായിട്ട്. പ്രഷർ വരത്തില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരണം എന്നൊരു പ്രഷർ? എനിക്കോ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത അകലം പാലിച്ചു പോകാൻ കുഴപ്പമില്ല, ഈ തൊഴിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ തൊഴിലും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. ഞാൻ വേറെ കാര്യം പറയാം. അച്ഛൻ ജനിച്ചത് വൈക്കത്ത്, വളർന്നത് ഒളശ. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം ഒരു 10 വർഷം മുമ്പ് പയ്യന്നൂർ മാണിയാട്ടം എന്നൊരു ഗ്രാമമുണ്ട്. അവിടുന്ന് 1-2 പേരെ വിളിച്ചു.
സാറേ ഇങ്ങനെ എൻപിള്ള സാറിൻ്റെ പേര് ഞങ്ങൾ നാടകോത്സവം നടക്കുന്നുണ്ട്, അത് സാർ ദിവസം വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ തിരക്കുണ്ട്, ഞാൻ പറഞ്ഞു ഒഴിവായി. സാർ എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന നാളെ ഷൂട്ടിംഗ് ഉണ്ട്. പിറ്റേ വർഷം വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ സാർ എങ്ങനെയെങ്കിലും ഒന്ന് വരണം. എൻ്റെ ബ്രദറിലോ നാടക ട്രൂപ്പ് നടത്തിയിരുന്നു കുറച്ച് കാലം. നാടക ട്രൂപ്പ് നിർത്തിയിട്ട് പിന്നെ തുടങ്ങി. ബ്രദറിലേക്കും പരിചയമുണ്ട്. അവസാനം 3 വർഷം കഴിഞ്ഞപ്പോൾ അവർ കുറേ പേര് വന്നു. അപ്പോൾ എൻ്റെ വിചാരം അച്ഛൻ്റെ പേര് വെച്ച് പലരും ഇങ്ങനെ അങ്ങനെ കണ്ടല്ലേ, മുരളി നാടകം, KT മുഹമ്മദിൻ്റെ പേരിലൊക്കെ ഉണ്ട്, തോപ്പിൽ ബാസിൻ്റെ പേരിലുണ്ട്. സാർ ഒരു ദിവസം ഒന്ന് വന്നാൽ മതി. അങ്ങനെ ഞാൻ ഒരു വർഷം പോയി അവിടെ, അതായത് 10 വർഷം മുമ്പ്. അത്ഭുതമാണ്. ഒരു നാട് മുഴുവൻ നാടകത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഞാൻ ചെന്ന അന്ന് വൈകുന്നേരം എന്നെ ഒരു മറ്റേ ഇതിനകത്തൊക്കെ കൊണ്ടുപോയി ജീപ്പയിലൊക്കെ ഭയങ്കര ആള്, ഒരൊറ്റ പോലീസുകാരനില്ല, എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ചിട്ട് ആ ദീപവുമായിട്ട് സ്ത്രീകൾ വരികയാണ്. അന്ന് ഇവിടെ വലിയ ചിരാത ഉണ്ടാക്കി. ചിരാതെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു ചിരാതുകൾ നിറച്ച് വെച്ച ഈ തെയ്യം കെട്ടുകാർ ഈ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ നല്ല ഭംഗിയുള്ള ഒരു വലിയ സ്പേസാണ്. അവിടെ ഞാൻ തിരി കൊളുത്തുന്നു, പിന്നെ നാട്ടുകാരെല്ലാം തിരി കൊളുത്തുന്നു, വെടിക്കെട്ട്. അങ്ങനെയാണ് തുടക്കം. ഗംഭീര പരിപാടി. നവംബർ 14 തീയതി അച്ഛൻ മരിച്ച ദിവസം അന്ന് തുടങ്ങും. 23 തീയതി വരെ ഏറ്റവും നല്ല നാടകം എടുത്ത നടൻ ഇപ്പോഴും തുടരുന്നു. ഞാൻ സത്യം അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കോവിഡിന് 1 വർഷം മുമ്പ് അവർ അനൗൺസ് ചെയ്തു, എൻപിള്ള സാറിന് ഞങ്ങൾ സ്മാരകം പണിയാൻ പോവാണ്. മൈക്കിൽ അതിനനുസരിച്ച് ചെയ്തു. പിറ്റേ വർഷം 3 നില കെട്ടിടം ഇപ്പോൾ അവിടെയുണ്ട്. താഴത്തെ നിലയിൽ ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ, അതിൻ്റെ മേലെ ഇവരുടെ ഓഫീസ്, അതിന് ഏറ്റവും മേലെ നാടക റിഹേഴ്സലിനോട് സ്ഥലം മാണിയാട്ട് പയ്യന്നൂർ. കാണേണ്ടത് അനുഭവിക്കേണ്ടതാണ് അവർക്ക്. അപ്പോൾ അതിനുശേഷം ഞാനത് പോയി കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഒരു ചെറിയ ഒരു കൊച്ചു കുട്ടി പോലും ശബ്ദം ഉണ്ടാകും. നാടകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കുറച്ച് ആദ്യം പടുതായിട്ട് കുറേ പേരിരിക്കും, പിന്നെ കുറച്ച് കസേരകൾ, ഒരു 10,000-5,000 പേരുണ്ടാവും. ലാസ്റ്റ് ഡേയിൽ ഈ ഓരോ ദിവസം വരുന്നവരും ഓരോ വിഭവങ്ങളും കൊണ്ട് വരും. കായോ അതും തേങ്ങ മറ്റരി. ലാസ്റ്റ് ദിവസം എല്ലാവർക്കും സദ്യ. ഈ വരുന്നവർക്ക് മുഴുവൻ സദ്യ. ഈ നടത്തിപ്പുകാർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതൽ പാർട്ടിക്കാരാണ്, നമ്മൾ ഇ പി ജയരാജൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. പക്ഷെ അവിടെ യാതൊരു രാഷ്ട്രീയവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ അതാ ഞാൻ രാഷ്ട്രീയം പറഞ്ഞത്, എന്നെ അവിടെ ആരും രാഷ്ട്രീയക്കാരായിട്ട് കാണുന്നില്ല. അവിടെ വരുന്നവർ അതിന് രാഷ്ട്രീയം പറയുന്നുമില്ല. മനസ്സിലായി. എന്നാൽ അവിടെ എന്താ BKGയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റൊരാൾ രാഷ്ട്രീയക്കാരുടെ പേരിലോ ആയിക്കൂടായിരുന്നു ഈ സൗദം. തീർച്ചയായിട്ടും. ഈ താഴെ പാലിയേറ്റീവ് കെയർ സെൻ്റർ ഉണ്ട്, പിന്നെ മറ്റേ മൊബൈൽ മോർച്ചറി, ഇതൊക്കെ ഫ്രീ ആയിട്ട് എല്ലാ ശനിയാഴ്ചയും ജീവിതം യഥാർത്ഥത്തിൽ ധന്യമാവുന്നത് ഇത്തരം. പിന്നല്ലേ. അപ്പോൾ അതാ ആദ്യത്തെ പ്രാവശ്യത്തിനും മധുസാറ്, നെടുമുടി വേണു, പിന്നെ ടോവിനോ, മറ്റേ ബിജുമേനൻ, ജഗദീഷ്, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും, മഞ്ജു വാര്യർ, ഇത്തവണ അപർണ ബാലമുരളി വന്നു. ശരി. പിന്നെ ഇത്തവണ സിദ്ദിഖിനാണ് ഇത്തവണത്തെ അവാർഡ്. ലാല്, മറ്റേ സിദ്ദിഖ് ലാല്. ഓരോ വർഷം ഇന്ദ്രൻസ്, ഓരോ വർഷം അവാർഡുണ്ട് സിനിമയിൽ ഒരാൾക്ക്. ഞാൻ പറഞ്ഞു എന്താ കാര്യം. അതെ. അപ്പോൾ അവിടുത്തെ മനുഷ്യരെന്ന് വെച്ചാൽ അവർക്കൊന്നും രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ചിന്താഗതി. നാടകത്തിന് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇത് നാടകം നടക്കുമ്പോൾ ചിലത് നാടകങ്ങളുണ്ട്, പക്ഷെ ഒരു അനാവശ്യമായിട്ട് കൂവാട്ടോ ഒന്നും ചെയ്യില്ല. എല്ലാം സൈലൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കും. നല്ല നാടകം ഭയങ്കര കയ്യടി. പിന്നെ ഏറ്റവും നല്ല നടൻ നടിക്കുള്ള അവാർഡുകൾ. ഓരോ നാടകവും കഴിയുമ്പോൾ ആ നാടകം കാണാൻ വന്ന പ്രേക്ഷകരിൽ 10, 25, 30 പേര് താല്പര്യമുള്ളവർ നിൽക്കും. നാടകപ്രവർത്തകർ പെട്ടെന്ന് വന്ന് അവർ മേക്കപ്പ് കഴിച്ച് ഇരിക്കും. ചർച്ച, ഈ കഴിഞ്ഞ നാടകത്തെ പറ്റി അതിൻ്റെ ഇവരുടെ ഒരു അവലോകനം, എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതിൻ്റെ കുഴപ്പങ്ങൾ. ഇന്നും നാടകം 10ാമത്തെ വർഷം ഇന്നത്തോടെ ഗംഭീര. ഇത്തവണ 6,000 പേരുണ്ടായിരുന്നു. നാടകം മരിക്കത്തില്ല. അതാണ് ഇങ്ങനത്തെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വെരി ഗുഡ്. അത്ഭുതമല്ലേ അത്. തീർച്ചയായും. കാരണം നാടകം, അപ്പം ഞാൻ പറഞ്ഞത് എൻപിള്ള ജനിച്ച നാട്ടിലില്ല, എൻപിള്ള വളർന്ന നാട്ടിലില്ല. അപ്പം അവിടെ 500 ആനല്ല അവിടെ ഞാൻ പറഞ്ഞത്. പിന്നെ അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അച്ഛൻ്റെ പുസ്തകങ്ങളൊന്നും ഒഴിയാതെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. മാർക്കറ്റിൽ മാതൃഭൂമി ബുക്സാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. പ്രിന്റ് ചെയ്ത് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ അച്ഛൻ്റെ ഞാൻ, നാടകദർപ്പണം, അതിനാണ് നാടക സംബന്ധമായ പുസ്തകങ്ങൾ. പിന്നെ നാടകങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 13 നാടകം ഒന്നിച്ച് പുസ്തകമാണ്.
അതിന് മുമ്പ് എല്ലാ നാടകവും ചെയ്തു. അത് ഭയങ്കര വലിയ ബുക്കാണ്. അപ്പം ഹാൻഡി അല്ല, കൊണ്ടു നടക്കാൻ പാടാം. അപ്പം അതുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പിന്നെ ഏകാംഗ നാടക സമാഹാരം ഒരു 22 നാടകങ്ങളും വെച്ചാൽ അത്. പിന്നെ ഞാൻ ഇതൊക്കെ ഇപ്പോഴും ഇതുണ്ട്. സിനിമയിൽ അങ്ങ് ഒട്ടും നിരാശനല്ല, എത്തപ്പെട്ടതിൽ ഹാപ്പിയാണ്, കിട്ടിയതിലൊക്കെ. ഞാൻ ജീവിതത്തിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയോ, ഞാൻ ജനിച്ചു വീണത് അച്ഛൻ്റെ കയ്യിൽ. അച്ഛനാണ് എൻ്റെ പ്രസവം എടുത്തത്, അറിയോ? മലേഷ്യയിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഇംഗ്ലീഷുകാരും ചീനന്മാരും ഒക്കെ ഡോക്ടർമാർ. അമ്മ ഞാനില്ല അങ്ങോട്ട്, എനിക്ക് പറ്റില്ല. അച്ഛൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് പറ്റില്ല, ഞാൻ ഇവിടെ പ്രസവിച്ചോളാം. അതൊന്നാ ഞാൻ എടുക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് അച്ഛൻ അച്ഛൻ ഞാൻ അത്യാവശ്യം ഇതൊക്കെ അറിയാം. ഈ ഡ്രസ്സിങ് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് അങ്ങനെ ജനുവരി 12-ാം തീയതി രാത്രി 11:30 മണിക്ക് ഞാനിങ്ങനെ വന്നു. എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ വീണത്. മരിക്കുന്നവരെ ആ കൈ പിടിച്ച് നടക്കാൻ പറ്റില്ല എനിക്ക്. ഇപ്പോഴും ഞാൻ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഭാഗ്യം എന്താ ഉള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ, അത് കുട്ടിക്കാലം മുതൽ അതിനകത്ത് ഇങ്ങനെ എനിക്ക് മുഴുകാൻ പറ്റി. അതിൻ്റെ എല്ലാ വശങ്ങളും നാടകത്തിൻ്റെ ഈ പറഞ്ഞില്ല കട്ടൻ കെട്ട് മുതൽ എല്ലാം എനിക്കറിയാം. നാടക വണ്ടി ഓടിക്കുകയാണ് ഞാൻ, ഡ്രൈവർ കം അല്ലെങ്കിൽ. അപ്പോൾ എന്തും ചെയ്യും. അപ്പോൾ അതെനിക്കിപ്പോഴും മടിയില്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. പിന്നെ ജീവിതത്തിൽ ഒന്നും പൈസ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അമ്മ പശുവിനെ കറങ്ങും, 2 പശു ഉണ്ടായിരുന്നു. അതിൻ്റെ പാല് കൊടുത്തിട്ട് അവിടെ കൊണ്ട് ചായക്കടയിൽ കൊടുത്തിട്ട് അതുകൊണ്ട് അരി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഇതൊന്നും പറയുന്ന ദാരിദ്ര്യം പറഞ്ഞ് കേമനാകാൻ വേണ്ടിയല്ല, എന്നറിയാം, അതെല്ലാം അറിയാം എനിക്ക്. ഈ സുഖദുഃഖങ്ങളൊക്കെ അന്നും ദുഃഖം തോന്നിയിട്ടില്ല. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം. ഞാൻ കൊടമാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്, നടന്നാണ് പോകുന്നത്. അന്ന് ബസ്സിന് പോകുന്ന ഇഷ്ടമല്ല, നടന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകാം. അതൊക്കെ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ 2 നൂറ്റാണ്ട് ഇങ്ങനെ കവച്ച് നിൽക്കാൻ പറ്റിയില്ല എനിക്ക്, സത്യം. പിന്നെ അന്നത്തെ ഈ പറഞ്ഞ ഫോണില്ലാത്ത കാലം, ഉളശയിൽ പോസ്റ്റ് ഓഫീസിൽ മാത്രമേ ഫോണുള്ളൂ. നാടകം ബുക്കിംഗ് വന്നാൽ കമ്പി അടിക്കുന്ന ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. അതും അവിടെ പോയി വേണം. പിന്നെ ഫോൺ ഇവിടെ വന്നത് എപ്പോഴാണ്? 71-ലാണ് ഫോൺ വരുന്നത്. അപ്പം അതിന് മുമ്പ് അച്ഛൻ വല്ല പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വിളിക്കണമെങ്കിൽ അവിടെ പോയി വിളിക്കണം, ട്രങ്ക് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ STD അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അതൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊരു സുഖം. പിന്നെ എനിക്ക് 2 ആൺപിള്ളേർ, വലിയ കുഴപ്പക്കാരില്ല, വലിയ അങ്ങേയറ്റം. മൂത്തയാളിപ്പോൾ UK-ലാണ്, മൂത്തവനും അവൻ്റെ ഭാര്യയും. എവിടെയാ? ഈ പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. അവന് നല്ല ഷോപ്പുണ്ട് ഇവിടെ, ഈ കമ്പി സിമെൻ്റ് ഒക്കെ വിൽക്കുന്ന കടയുണ്ട്. കോട്ടയത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ അവൾ ഇവിടെ ക്ലിനിക്ക് തുടങ്ങി, 2 കുട്ടികളും. അപ്പോൾ അവർക്ക് ഈ കൈക്ക് ഈ എന്തൊരു ഡെൻറ്റിസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ കാർട്ടിലേജ് വളരുക, അപ്പോൾ പിടിക്കാൻ മേല. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്താൽ കുഴപ്പമാണ്. അപ്പോൾ അവൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇത് നിർത്തേണ്ടി വന്നു. അപ്പോൾ അവൾക്ക് ഞാൻ പഠിക്കാൻ പറ്റും, നല്ല ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അപ്പോൾ ഞാൻ നീ പഠിക്കും. അപ്പോൾ അവൾ UK-ൽ ഇങ്ങനെ നീ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി അല്ല PG അല്ല, അവൾ ഇതിന് PG ആണ്. ഇത് എന്താ പബ്ലിക് ഹെൽത്ത്. അപ്പോൾ ഒരുപാട് ഷെഫീൽഡ് അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് അവർക്ക് അവാർഡൊക്കെ കിട്ടിയപ്പോൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. ഹസ്ബൻഡും അങ്ങോട്ട് പോയി. അപ്പോൾ അവനും കുറച്ച് കഴിഞ്ഞു അച്ഛൻ ഞാൻ കൂടെ അങ്ങോട്ട് നോക്കട്ടെ, പിള്ളേരെ കൊണ്ടുപോകും. കട ഇപ്പോൾ ഇളയ മോള് നോക്കും. ഇപ്പോൾ മുമ്പേ കണ്ടില്ലേ അവളെ ഇളയവൻ്റെ ഭാര്യ, അവൾ MTech ആണ്. അവൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജോലി ഉണ്ടായിരുന്നു. അപ്പം അത് ടെമ്പററി ആയിട്ട് കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ എന്താ തിരികെ കയറി എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാൻ അതിനൊന്നും നിൽക്കണ്ട, ഇത് കട നടത്ത്. അപ്പം അവളിപ്പം നന്നായിട്ട് നോക്കുന്നുണ്ട് കട. അല്ല അപ്പം ഇളയ മോൻ അവളുടെ ഭർത്താവ് ഇപ്പം ദുൽഖറിൻ്റെ ഇതുണ്ടല്ലോ ഡിസ്ട്രിബ്യൂഷൻ, വേഫെയർ, അവൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാർജ് അവനാണ്, ദേവദേവൻ. 2 ആൺപിള്ളേരുണ്ട്. ഈ സിനിമയിൽ ഇനി എന്താണ് ബാക്കി ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം? അതെന്നാ പണ്ട് നമ്പൂരി ഞങ്ങൾ സുഖാവുക എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ എനിക്കിങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ അത്യാർത്ഥികളൊന്നുമില്ല. അത്യാവശ്യം എന്താ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരു മുറിയില്ല എനിക്ക് കിടന്നിറങ്ങാൻ പറ്റുള്ളൂ. ഒരു AC റൂം അല്ലേ, അത്യാവശ്യം കൊള്ളാവുന്നൊരു AC റൂം, ഒരു വയറിലേ കഴിക്കാൻ പറ്റും, ഒരു കാറിലല്ലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം ഉണ്ട് എനിക്ക്. പിന്നെ എന്ത് ഭാഗ്യമല്ലേ, 2 മക്കളുണ്ട്, വലിയ കുഴപ്പക്കാരല്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കുഴപ്പക്കാരൻ വലിയ അങ്ങേറ്റൊന്നും ആവണ്ട.
ഞാൻ എപ്പോഴും അവരോടും പറയും, കൊച്ചുമക്കളോടൊക്കെ പറയുന്നത്, നല്ല മനുഷ്യനാവണം, അല്ലാതെ വലിയ ആളാവണം എന്നല്ല, നല്ല മനുഷ്യനാവണം. അതൊരു വലിയ കാര്യം. ഇപ്പം കുറച്ച് നാൾ വരുന്തോറും നമ്മുടെ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം വാർത്തകളാണ്. ഓടുന്ന വണ്ടിയെ തടഞ്ഞു നിർത്തിയിട്ട് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന കാലമായത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയല്ലേ? അത് നമ്മുടെ ഇവിടെ ഇപ്പം കൂടുന്നല്ലോ, പണ്ടൊന്നും ഭയങ്കരമായിട്ട്. നമ്മുടെ ഇവിടെ കൾച്ചറിൽ ഇത്തരം കാര്യങ്ങളും നമ്മളിങ്ങനെ അത് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാത്തിനും ഒരു എത്തിക്കൽ പോയിന്റ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവർക്കും മൊബൈൽ ഫോൺ, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി പെട്ടെന്ന്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, നമുക്കൊരു കുഴപ്പമില്ല, സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയില്ല. അതാ പറഞ്ഞത്. ഒന്നാമത്തെ പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥ ഞാനത് പലപ്പോഴും റെസ്പോൺസിബിലിറ്റി ഇല്ല. അല്ല, നമുക്ക് കേരളത്തിൽ സ്വാതന്ത്ര്യം ഇല്ലായ്മ അറിഞ്ഞിട്ടില്ല നമ്മള്. അതെ, മലബാർ വരെയൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യ സമരം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എവിടെയുള്ളത്? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ അതല്ല ഇപ്പോഴും സൂചിപ്പിക്കല്, ആരെങ്കിലും സൂചിപ്പിച്ചാൽ ജീവിക്കാം. നമ്മുടെ തിരുവിതാംകൂറിന് വലിയ പ്രത്യേകത. തിരുവിതാംകൂറിന് അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെയല്ലേ. നേതാവിനെ സൂചിപ്പിക്കുക, മറ്റവൻ താങ്ങി നിൽക്കുക, അവന് സമയം കിട്ടുമ്പോൾ അവന് മറ്റവനും താങ്ങാൻ പറയും, അങ്ങനെ അവൻ നേതാവ്, അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്നാണ്. അത് അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഭീരുവല്ല. അച്ഛൻ പറഞ്ഞു ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം. ആരാണെങ്കിലും പറയലേ, ചെവി ദൈവനാമം ജപിക്കുന്നു, ഒത്തിരി അറയ്ക്കുന്ന കാര്യമില്ലേ, അത്ര പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്കൊരു കഥ ആവശ്യമാണ്. അതായത് സിനിമ കണ്ടിട്ട് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പുറത്ത് അങ്ങോട്ട് പോകുമ്പോൾ വീട് വരെ എത്തുന്നവരെ പറയാനും കഥ വേണം. കഥയില്ലെങ്കിൽ ഒരു കഥയെങ്കിലും വേണോ? അന്ന് നടീനടന്മാർക്ക് പോലും മറ്റൊരു കഥാപാത്രം എങ്ങനെ ചെയ്യും സങ്കല്പിക്കാൻ പറ്റില്ല. ഐഫോൺ ഉണ്ടെങ്കിൽ സിനിമ എടുക്കാം. ഇപ്പൊ പല സിനിമയിലും ചില ഷോട്ട് എടുക്കേണ്ട വണ്ടികളൊക്കെ ഈ ഐഫോൺ വെച്ചിട്ട് എടുക്കും. പണ്ടത്തെ ഈ പറഞ്ഞ മാതിരി ന്യൂഡൽഹിയും കിലുക്കവും തനിയാവർത്തനം, മണിച്ചിത്രത്താഴും അങ്ങനെയുള്ള സിനിമകൾ, സ്ഫടികം, അതാണ് പറഞ്ഞത്. അന്ന് ഫാസിലും സത്യനന്ദിക്കാട്, പ്രിയദർശൻ എത്രയോ സിനിമ ചെയ്ത് ഇപ്പോഴും നിൽക്കുകയാണ്. സത്യനന്ദിക്കാട് എന്ന് വന്നാ സത്യേട്ടൻ, ഇപ്പോഴും സത്യേട്ടൻ നിൽക്കുകയാണ്. ജോഷി എന്ന് വന്നതാണ്, ഇപ്പോഴും നിൽക്കുകയാണ്.